ജയസൂര്യ നായകനായിട്ട് അഭിനയിച്ച ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 32 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ ആട് 3. ജയസൂര്യ, സൈജു ഗ്രൂപ്പ്, വിനായകൻ അതുപോലെ തന്നെ നമ്മുടെ വിജയ് ബാബു എന്നിവർ അഭിനയിച്ച മലയാള സിനിമയാണ് നമ്മുടെ ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. ഫ്രൈഡേ ഫിലിം ഹൗസ്, കാവ്യ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ് സിനിമ നിർമ്മിച്ചത്. എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. 32 ദിവസത്തെ സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 32ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 1.10 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 32 ദിവസം കൊണ്ട് ടോട്ടൽ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 53 കോടി 7 ലക്ഷത്തിനടുത്തായിട്ടാണ് സിനിമയുടെ 32 ദിവസത്തെ കേരളത്തിലെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 6 കോടി 25 ലക്ഷത്തിന് മുകളിലായിട്ടാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ. ഇനി സിനിമയുടെ ഓവർസീസ് ആണ്. ഓവർസീസ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് പലയിടങ്ങളിലും സിനിമയ്ക്ക് നല്ല റിലീസ് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ്റെ വെളിയിൽ. അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമയ്ക്ക് 62 കോടിന് മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമയുടെ ടോട്ടൽ ഓവർസീസ് കളക്ഷനായിട്ട്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് 123 കോടിനടുത്തായിട്ട് വരും സിനിമേൻ്റെ കളക്ഷനായിട്ട് നമ്മുടെ ആട് 3 സിനിമേൻ്റെ കഴിഞ്ഞ 32 ദിവസത്തെ. എന്തായാലും സിനിമ നമ്മുടെ ഈ വർഷത്തെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയ വാഴ 2 സിനിമേൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആട് 3 എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് 123 കോടിയായിട്ട്. എന്തായാലും നമ്മുടെ ആട് 3 സിനിമേൻ്റെ OTT അപ്ഡേറ്റും നിലവിൽ ലഭിച്ചിട്ടുണ്ട്. സിനിമേൻ്റെ OTT അവകാശങ്ങൾ ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ ZEE5 മേടിച്ചു എന്നാണ് കേൾക്കാൻ സാധിക്കും. ZEE5 എന്തായാലും സിനിമയും ഈ വരുന്ന മെയ് മാസം 15 അല്ലെങ്കിൽ 14 തീയതിക്കുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ടും. എന്തായാലും സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.